യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ദൈവവചനത്തിൻ്റെ തീമഴ എന്ന ഈ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 31-32 തിരുവചനങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ്. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. You will know the truth and the truth will set you free. പ്രിയപ്പെട്ടവരെ, എന്താണ് സത്യം? യഥാർത്ഥത്തിൽ ഈശോ അസന്നിഗ്ധമായിട്ട് വെളിപ്പെടുത്തുകയാണ്. യോഹന്നാൻ 14:6 വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിനെ പ്രാപിക്കുകയില്ല. അസന്നിഗ്ധമായിട്ട് ഈശോ വെളിപ്പെടുത്തുകയാണ്. I am the truth, I am the way, I am the life. അപ്പം സത്യം ക്രിസ്തു എന്ന വ്യക്തിയാണെങ്കിൽ, അറിയുക എന്ന മലയാള പദത്തിൻ്റെ അർത്ഥം വ്യക്തിത്വം സംയോജിക്കുക എന്നതാണ്. എൻ്റെ വ്യക്തിത്വം ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തോട് ഏകീഭവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഞാൻ സത്യം അറിഞ്ഞ വ്യക്തിയായി തീരുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് 3, 4, 5 വാക്യങ്ങളിൽ, മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങളൊന്നും ചെയ്യരുത്, മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠമായി കരുതണം. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറ്റുള്ളവരുടെ താല്പര്യം പരിഗണിക്കണം. 5-ാമത്തെ വചനം പറയാണ്, യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, സത്യം അറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പറഞ്ഞ പോലെ ഈശോൻ്റെ വ്യക്തിത്വത്തോട് ശരിയാ, ഈശോയുടെ സ്വഭാവത്തിനും മനോഭാവത്തിനും ഞാൻ ഏകീഭവിക്കാം. അപ്പോൾ ഈശോ എന്ത് ചെയ്യുന്നു അത് തന്നെ എൻ്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കി തീർക്കുമ്പോഴാണ്. നമുക്കറിയാം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളൂ. നമ്മൾ മനുഷ്യനെ പല രീതിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ ക്രിസ്തുവിൽ ആയ ഒരു വ്യക്തി ലോകത്തിലേക്ക് നോക്കുമ്പോൾ അവൻ യേശുവിലൂടെ മനുഷ്യനെ മാത്രം കാണാൻ തുടങ്ങും. യേശുവിൽ സ്ഥിതി ചെയ്യുന്ന മനുഷ്യൻ, യേശുവിൻ്റെ സ്വഭാവവും മനോഭാവവും അവൻ അതിൻ്റെ പൂർണ്ണതയിൽ വെളിപ്പെടുത്തിയ യഥാർത്ഥത്തിൽ കുരിശിലാണ്. നമുക്കറിയാം അല്ലെ, അവൻ്റെ ക്ഷമിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന, സഹിച്ചുകൊണ്ടുള്ള ക്ഷമ, ക്ഷമിച്ചുകൊണ്ടുള്ള മരണം, ഇത് ഈശോ ആവിഷ്കരിക്കുന്ന എങ്ങനെയാണ്? ഈശോ കുരിശിൽ 5 പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. അവൻ്റെ സ്വഭാവവും മനോഭാവത്തോട് ഏകീഭവിക്കുമ്പോൾ നമ്മൾ അവൻ്റെ കുരിശിലെ ആ മനോഭാവം എന്താണെന്ന് നോക്കുമ്പോൾ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അവൻ കുരിശിൽ ചെയ്യുന്ന 5 പ്രവൃത്തികൾ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് നിന്ദനങ്ങളും പരിഹാസങ്ങളും ചവിട്ടും തുപ്പും അടിമേൽക്കുമ്പോഴും, ഒന്നാമതായി അവൻ്റെ അന്തരംഗം പ്രാർത്ഥന പിതാവുമായി ഒന്നായിരുന്നു. രണ്ടാമതായി അവൻ ജീവനെ സമ്പൂർണ്ണമായും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ടിരുന്നു. മൂന്നാമതായി അവൻ എല്ലാവരോടും ക്ഷമിച്ചുകൊണ്ടിരുന്നു. ക്ഷമിക്കുക മാത്രമല്ല, 4-ാമതായി അവൻ എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിച്ചു. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാൻ ഇവരോട് ക്ഷമിക്കണമേ. 5-ാമതായി മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് അപ്പുറം ഉപദ്രവിച്ചവരുടെ പാപങ്ങളും ശാപങ്ങളും ശിക്ഷാവിധികളും സ്വശരീരത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് അവൻ പാപപരിഹാര ബലിയായി തീർന്നു. നമ്മുടെ ഓരോരുത്തരുടെയും സ്ഥാനത്ത് നിന്നുകൊണ്ട് അവൻ പാപപരിഹാര ബലിയായി തീർന്നു. അവിടെ ആണ് അവൻ അവൻ്റെ സ്വഭാവം, ദൈവ സ്വഭാവം എന്താണെന്ന് പൂർണ്ണമായിട്ട് വെളിപ്പെടുത്തുന്നത്. ഈ കുരിശിലെ ഈശോയോട് ഐക്യപ്പെടുമ്പോഴാണ് വാസ്തവത്തിൽ ഞാൻ സത്യം അറിഞ്ഞ ഒരു വ്യക്തിയായി തീരുക. ആ കുരിശിലെ ഈശോയോട് ഞാൻ ഐക്യപ്പെട്ടുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ എനിക്ക് ആരും അന്യരല്ല. എല്ലാവരോടും ഈശോ പാലിക്കുന്ന ജീവന്റെ ബന്ധം ഞാൻ പാലിക്കും. സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.